ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു മഷ്റൂം സൂപ്പാണ്. മഷ്റൂം ഉണ്ടെങ്കിൽ ഒരു 15 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന അടിപൊളി ടേസ്റ്റും ക്രീമിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു സൂപ്പാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം. മഷ്റൂം സൂപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 250 ഗ്രാം മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സൂപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഏത് ടൈപ്പ് മഷ്റൂം വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഇനി സൂപ്പ് തയ്യാറാക്കാൻ തുടങ്ങാം. ഒരു പാൻ സ്റ്റൗവിൽ വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ സൂപ്പ് തയ്യാറാക്കുമ്പോൾ ബട്ടർ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 6 വെളുത്തുള്ളി സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 മീഡിയം സൈസ് സവാള ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ സ്ലൈസ് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളിയും സവാളയും ചേർത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ സവാളയൊക്കെ ഒന്ന് ജസ്റ്റ് വഴണ്ട് വന്നാൽ മാത്രം മതി. ഇതിപ്പോൾ സവാളയൊക്കെ നല്ല ട്രാൻസ്ലൂസൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന മഷ്റൂമാണ്. ഈ മഷ്റൂം മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മഷ്റൂമോട് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഏത് ടൈപ്പ് മഷ്റൂം വെച്ച് വേണമെങ്കിലും നമുക്ക് ഈ ഒരു സൂപ്പ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ മിൽക്കി മഷ്റൂമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് പകരം ബട്ടൺ മഷ്റൂം ആണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ 3 മിനിറ്റോളം ഈ ഒരു മഷ്റൂം കുക്കായിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, വെള്ളമൊക്കെ മഷ്റൂമിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഏകദേശം 1 മിനിറ്റോളം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് തന്നെ കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം 1 മിനിറ്റോളം മിക്സ് ചെയ്തപ്പോൾ തന്നെ ഈ മഷ്റൂമിൽ നിന്ന് ഇറങ്ങിയ ആ വെള്ളമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളമാണ്. ഞാനിവിടെ 1.25 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കുക്കായ മഷ്റൂമിലേക്ക് നമ്മൾ ചൂടുവെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. വെള്ളം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം. കണ്ടില്ലേ, മഷ്റൂമൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഈ മഷ്റൂം ഒരു മിക്സി ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. ഇതിപ്പോൾ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്ന ആ മഷ്റൂമൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മഷ്റൂംസ് എല്ലാം തന്നെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഈ മഷ്റൂം എല്ലാം നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മഷ്റൂം കുക്ക് ചെയ്യാൻ ഉപയോഗിച്ച അതേ പാനിൽ തന്നെ നമ്മളിപ്പോൾ അരച്ചെടുത്ത ആ ഒരു മഷ്റൂമിൻ്റെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരച്ചെടുത്ത അതേ മിക്സി ജാറിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് അതിൽ അരച്ചെടുത്തത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് ലൂസാകാൻ വേണ്ടി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ഉപ്പിൻ്റെ അളവ് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിനി ചെറിയ തിള വരുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് ഫ്രഷ് ക്രീം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. പക്ഷേ ഈ ഫ്രഷ് ക്രീം കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു മഷ്റൂം സൂപ്പിന്. ഈ ഫ്രഷ് ക്രീം മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. അമൂലിൻ്റെ ഈ ഒരു ഫ്രഷ് ക്രീമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് ചെറുതായിട്ടൊരു തിള വരുമ്പോൾ നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നല്ല ക്രീമി ആയിട്ടുള്ള മഷ്റൂം സൂപ്പ് തയ്യാറാക്കാൻ. നല്ല ചൂടോടുകൂടി തന്നെ ഇതിനെ ഒന്ന് സെർവ് ചെയ്യാം. മഷ്റൂം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ്. മാത്രമല്ല ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കും ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഇതൊന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു കിടിലൻ വെറൈറ്റി വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.